നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് റിലീസ് ചെയ്ത കമലഹാസൻ ചിത്രം തഗ് ലൈഫിന്റെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ നിങ്ങളോട് ഒരു ക്ഷമ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഒരു 3 ആഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ വേറെ കുറച്ച് തിരക്കുകളിലായിരുന്നു. ഒരു വർക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതുമായി ബേസ് ചെയ്തിട്ട് ഒരു 3 ആഴ്ചയോളം വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് വീട്ടിൽ നിൽക്കാനോ അല്ലെങ്കിൽ സിനിമകൾ കാണാനോ ഈ 3 ആഴ്ചയിലടങ്ങിയ ഒരു സിനിമ പോലും ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് ഹിറ്റുകളൊക്കെ വന്നിരുന്നു എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതൊന്നും കാണാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ എന്തായാലും ഒരു 2-3 മാസത്തേക്കെങ്കിലും നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം ഞാൻ വാക്ക് തരുന്നു. വർക്ക് എപ്പോഴും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ വർക്കിൽ നിൽക്കുന്നത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നെ സംബന്ധിച്ച് വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് വർക്കാണ് ചെയ്യുന്നതെന്ന്. അപ്പൊ എന്തിനേലും നമുക്ക് ഇന്ന് ഈ ഒരു റിവ്യൂയിലേക്ക് കടക്കാം. തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് ഒറ്റ വരിയിൽ ഇതിന്റെ റിവ്യൂ പറയാൻ പറഞ്ഞാൽ തഗ് ലൈഫ് എന്നുള്ള പേര് മാറ്റിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മണിരത്നം ചിത്രമാണ് ഇത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഒരു മലയാളി പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ശരാശരി സിനിമയായിട്ടോ അല്ലെങ്കിൽ ഒരു പക്ഷെ നിരാശപ്പെടുത്തുന്ന സിനിമയായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും, തമിഴ്നാട്ടിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കുന്ന സമയത്ത് തഗ് ലൈഫ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നു മണിരത്നത്തിന്റെ ചിത്രമെന്ന്. കാരണം മണിരത്നം സിനിമകൾക്കൊരു വേറെ ഒരു ഫീലാണ്. അതൊരു ഫീലിലൂടെ ആയിരിക്കും അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം തന്നെ പോകുന്നത്. അദ്ദേഹം ഏത് സബ്ജക്റ്റാണോ എടുക്കുന്നത്, അതായത് ഏത് വികാരത്തെ ബേസ് ചെയ്തിട്ടാണോ സിനിമ എടുക്കുന്നത്, ആ വികാരത്തിനെ വളരെയധികം കേന്ദ്രീകരിച്ചിട്ടായിരിക്കും സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ തഗ് ലൈഫ് എന്നുള്ളൊരു പേര് ഇതുപോലുള്ള ഒരു സിനിമയ്ക്ക് ഇട്ട് കഴിയുമ്പോൾ കാണാൻ പോകുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകുന്ന മുൻവിധി ഈ സിനിമയെ നെഗറ്റീവായിട്ട് ഭവിക്കുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം. മലയാളത്തിൽ തമിഴ്നാട്ടിലെ ഏതായാലും പടം ഏറ്റെടുക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയം വേണ്ട. സിനിമയിലെ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സിനിമയ്ക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പോകുന്നുണ്ട്. അതൊരു നല്ലൊരു സ്റ്റോറിയാണ്. അതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പെർഫോമൻസ് ഓരോ ആക്ടേഴ്സും കാഴ്ചവെച്ചിട്ടുണ്ട്. കമലഹാസൻ നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറയാൻ മാത്രം ഒരു മന്ദബുദ്ധിയൊന്നുമല്ല ഞാൻ. കാരണം കമലഹാസന്റെ അഭിനയം നമ്മൾ കാലകാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തിയത് എന്ന് പറയുന്നത് ചിമ്പുവിന്റെ പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്രയും നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചിമ്പുവിന് വലിയൊരു കയ്യടി കൊടുക്കേണ്ടതുണ്ട്. ചെറുതല്ലാത്ത റോള് ജോജു ജോർജിന് വന്നിട്ടുണ്ട്. അദ്ദേഹവും കിട്ടിയ ചാൻസ് വളരെയധികം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നായികമാരെല്ലാവരും തന്നെ അഭിരാമി ആയാലും അതുപോലെ തന്നെ തൃഷയായാലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ മണിരത്നം ഫിലിംസിന്റെ എല്ലാത്തിന്റെയും ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് വിഷ്വൽ ബ്യൂട്ടി. അത് കിടിലനാക്കി കളഞ്ഞിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ AR റഹ്മാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പാട്ടുകളോട് എനിക്ക് അത്രയും അങ്ങോട്ട് ഒരു മതിപ്പ് തോന്നിയില്ല. ഒരു ശരാശരി പാട്ടുകൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആ ഒരു പാട്ട് കൊള്ളാം. അത് ഓൾറെഡി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു കല്യാണ പാട്ട്. അല്ലാതെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഒരു ശരാശരി സാധനം മാത്രമായിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ അതിൽ താഴെ പോയ സാധനങ്ങളുമായിട്ടും തോന്നിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റാൻഡേർഡ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. നെഗറ്റീവായിട്ട് പറയാനുള്ള ഏറ്റവും അതുപോലെ തന്നെ ഇമോഷണൽ സീൻസ് തുടക്കം തന്നെ പടം തുടങ്ങി നിങ്ങൾ ടിക്കറ്റ് എടുത്ത പടം കാണാൻ കയറിയ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ സിനിമയിലേക്ക് മാറും. കാരണം അത്ര ഫീലിംഗ് ഉള്ള ഒരു സാധനമാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ ഫീലിംഗ്സിൽ പിടിച്ചുകൊണ്ട്, അതായത് ആ ഒരു സെന്റിമെന്റ്സ് ട്രാക്കിലേക്ക് കയറിയിട്ട് പിന്നീട് അതിനെ ബേസ് ചെയ്തിട്ടാണ് സിനിമ മൊത്തം പോകുന്നത്. എൻഡിങ്ങിലും നല്ല രീതിയിൽ തന്നെ നമ്മളെ സെന്റിമെന്റ്സിന്റെ മൂഡിലേക്ക് കൊണ്ടുപോകാനായിട്ട് സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമലഹാസന്റെ ഒരു മാസ ഐറ്റം കാണാൻ വേണ്ടി കയറുന്നവരൊന്നും ഈ സെന്റിമെന്റ്സും കണ്ടുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പക്ഷെ ആ ഒരു കഥ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതുമായി ബേസ് ചെയ്തിട്ട് തന്നെ അവർ സിനിമയും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇതിനകത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാതിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ആക്ഷൻ രംഗങ്ങളാണ്. വളരെ കോമഡി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം മറ്റേ ജഗതി പറഞ്ഞ മാതിരി ഇവന്റെയൊക്കെ അണ്ണാക്കി കയറിയിരുന്ന് വെടിവെച്ചാലേ എനിക്ക് കൊള്ളൂന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇവരുടെയൊക്കെ വട്ടം നിന്ന് വെടിവെച്ചാലും ഇവര് 2 കൈത്തോക്കും വെച്ചിട്ട് ഈ 10-40 എണ്ണത്തിനെ വെടിവെച്ചിടും. പക്ഷെ ഇവർക്കൊന്നും വെടി കൊള്ളൂല എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ.
അതൊക്കെ ഇതിനകത്ത് മാന്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 50 വെട്ട് വെട്ടിയാലും 51ാമത്തേനെ ഞാൻ ചാവോളൂ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നായകന്മാരെയൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ മലയാളി പ്രേക്ഷകരെ എത്രത്തോളം രസിപ്പിക്കും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻസ്, ആ ആക്ഷൻ രംഗങ്ങളിലേക്ക് വരുന്ന സിറ്റുവേഷൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ആക്ഷൻ രംഗങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരും എന്നുള്ളതും സത്യമാണ്. ക്ലൈമാക്സ് ഫൈറ്റ് സത്യത്തിൽ നമുക്കറിയാം, രണ്ട് നായകന്മാർ തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ തന്നെ ആർക്കായിരിക്കും പറ്റാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ലല്ലോ. അത് തെലുങ്ക് സിനിമകൾ എത്രയോ സിനിമകളിൽ കണ്ടിരിക്കുന്നു, എത്രയോ തമിഴ് സിനിമകളിൽ കണ്ടിരിക്കുന്നു. അപ്പൊ ആ ഒരു സംഭവമൊക്കെ തന്നെയാണ് ഇതിന്റെയൊക്കെ ആക്ഷൻ രംഗങ്ങളിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം നായകനൊന്നും പറ്റില്ലെന്ന്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് അടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു സാധനം. പിന്നെ ഈ പറഞ്ഞ മാതിരി നല്ല മൂഡില് പടം ഇങ്ങനെ കയറി വരുന്ന സമയത്ത് കുറച്ച് ചില സംഭവങ്ങളൊക്കെ വളരെ ഡൗൺ ആയിട്ട് പോകുന്നതായിട്ട് തോന്നുന്നു. നമുക്കത് എങ്ങനെയെങ്കിലും നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി പോകും എന്നുള്ളതുകൊണ്ടാണ് ആ സിറ്റുവേഷൻസ് ഒന്നും പറയാത്തത്. പക്ഷെ ആ ഒരു കേറ്റിറക്കം നമുക്ക് പടം ത്രൂ ഔട്ട് കാണുമ്പോൾ ഫീൽ ചെയ്യും. അതായത് നല്ല മൂഡിൽ വരുന്ന നല്ല ത്രില്ലിംഗ് ഐറ്റംസിലേക്ക് കൊണ്ടുവരുന്നു, പെട്ടെന്ന് തന്നെ അത് അങ്ങനെ തന്നെ ഡൗൺ ആയി പോകുന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അതുപോലെ തന്നെ പല സംഭവങ്ങളും നമുക്ക് നേരത്തെ ചിന്തിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന രീതിയിൽ തന്നെ സബ്ജക്റ്റ് പോകുന്നതൊക്കെ നമുക്ക് തോന്നും എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള, അതായത് പണ്ട് അമിതാഭ് ബച്ചൻ സിനിമകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ബേസിക് സ്റ്റോറിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്ത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അധോലോകത്തിന്റെ സംഭവങ്ങൾ. ഇപ്പൊ ആ പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒരു മണിരത്നത്തിന്റെ തന്നെ ഒരു പടമുണ്ട്, നമ്മുടെ അരവിന്ദ് സ്വാമിയും അതുപോലെ തന്നെ ഇതേ ചിലംബരശനും അതുപോലെ തന്നെ വിജയ് സേതുപതിയൊക്കെ ഉള്ള ഒരു അധോലോക സിനിമയുണ്ട്. അതും ഈ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ടുള്ള അണ്ടർവേൾഡിന്റെ വേറെ തലം കാണിച്ചിരുന്ന സിനിമയൊന്നുമല്ല. അതിനകത്തും ഈ കാണുന്ന ഫീലിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, ജ്യോതികയൊക്കെ ഉള്ള പടം. ആ ഒരു പടമൊക്കെ കാണുന്ന അതേ ഫീല് തന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി ഈ സിനിമയ്ക്കും എന്നും കൂടി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആ സിനിമ ഏത് രീതിയിലാണോ, അല്ലെങ്കിൽ അതിന്റെ ഒരു രണ്ടാം ഭാഗം എന്നൊക്കെ പറയുന്ന രീതിയിൽ, ആ പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതിന്റെ ചൊക്കത്തങ്കം അങ്ങനെ എന്തൊരു സാധനമാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ ഒക്കെ ഒരു രണ്ടാം ഭാഗം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ഇതിനൊക്കെ കാണാൻ പറ്റും. ആ രീതിയിലാണ് ഈ സിനിമയും പോകുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ഫാമിലി ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രാക്കിൽ ഒരു അധോലോകത്തിന്റെ കഥ പറയുക എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ദൗത്യം. അതിനകത്ത് ഈ ആക്ഷൻ രംഗങ്ങൾ ഒഴിച്ച് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നല്ല ഒരു സിനിമയായിട്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു ശരാശരി അനുഭവം മാത്രമാണ് ഉണ്ടായത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നതും ഈ പറഞ്ഞ ആക്ഷൻ രംഗങ്ങളും ഈ പറഞ്ഞ ജീവനില്ലാത്ത കുറെ രംഗങ്ങളും തന്നെയായിരുന്നു. ടോട്ടലി നമുക്കത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് ശരിക്കും ഫീൽ ചെയ്യുന്നുമുണ്ടായിരുന്നു. ഒരു ശരാശരി അനുഭവം മാത്രമാണ് എനിക്ക് ഈ സിനിമ നൽകിയത്. ഇതിന് ഒരു റേറ്റിംഗ് ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ്. എന്നിരുന്നാൽ പോലും ഒരു 2.5 സ്റ്റാറൊക്കെ നമുക്ക് 5 കൊടുക്കാവുന്ന ഒരു സിനിമ, അത്രയും മാത്രം. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ നമുക്ക് തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയെ വിലയിരുത്താവുന്നതാണ്. മോശമെന്ന് ആരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല. കാരണം പൂർണ്ണമായിട്ടൊരു മോശം സിനിമയൊന്നുമല്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ ഹിറ്റായി മാറും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കോടികളുടെ കിലുക്കം നമുക്കിനി കേൾക്കാം. കാരണം അത്ര വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് സിനിമ കണ്ടിട്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കേരളത്തിൽ അത്ര വലിയ പ്രകടനം കാഴ്ചവെക്കുന്നു തോന്നുന്നില്ല. ഇപ്പൊ പുഷ്പയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, പുഷ്പ കേരളത്തിൽ എങ്ങനെയാണ് വീണതെന്നും പുഷ്പ എങ്ങനെയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ തരംഗം സൃഷ്ടിച്ചതെന്നും മറ്റുള്ള രാജ്യങ്ങളിൽ തരംഗം സൃഷ്ടിച്ചതെന്നൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇത് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുമെന്ന് അറിയത്തില്ല. പക്ഷെ തമിഴ്നാട്ടിൽ വലിയ ഒരു ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യത തഗ് ലൈഫിന് കാണുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഒരു ശരാശരി അനുഭവം മാത്രം നൽകിയ ഒരു സിനിമ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.